Theorem 31.11. Let E be an algebraic extension of a field f. Then there exists a finite number of elements alpha 1, alpha 2, etc. alpha n in E such that E equal to f of alpha 1, alpha 2, etc. alpha n if and only if E is a finite dimensional vector space over f or E is a finite extension of f. ഇപ്പൊ ഈ തിയറത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയാൻ പോകുന്നത് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഓക്കെ ഈ എന്ന് പറയുന്ന ഓൾജിബ്രായിക് ഓവർ എഫ് ആണ്. ഈ ഓൾജിബ്രായിക് ഓവർ എഫ് ആണ് തന്നിരിക്കുന്നത് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്. അതായത് ഡയമെൻഷൻ ഓഫ് ഇ എഫ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഇരിക്കുന്ന രൂപം പറയാൻ പറ്റും. ഇ വിൽ ലുക്ക് ലൈക്ക് സം ഇ ഈക്വൽ ടു സം എഫ് ഓഫ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n where these alpha i's 1 less than I less than or equal to n is algebraic over f. That means ആ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇരിക്കുന്ന എക്സാക്ട് രൂപം ഏത് രൂപത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഓൾജിബ്രായിക് ഓവർ എഫ് ആണ്. മാത്രമല്ല അത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n പോലെ ഇരിക്കുന്നതാണ് പറയുന്നത്. സോ നമുക്കത് പ്രൂവ് ചെയ്യണം. ഓക്കെ, സപ്പോസ് ദാറ്റ് ഇപ്പൊ രണ്ട് കേസായിട്ട് രണ്ട് സൈഡിലും കോൺവേഴ്സ് പാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ അസംപ്ഷൻ പ്രകാരം എന്താ? തൽക്കാലം ഈ ഈക്വൽ ടു ഈ രൂപത്തിലാണ് വിചാരിക്കുന്നത്. ഏത്? ഈ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n ആണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് എന്താ നമുക്ക് എന്താ അറിയാവുന്ന കാര്യം തന്നിട്ടുണ്ട്. ഈ ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആൾറെഡി തന്നിട്ടുണ്ട്. ഈ ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആയി എന്തുണ്ടാവും? സിൻസ് E is algebraic extension, since E is algebraic over f. എന്താ algebraic എന്ന് പറഞ്ഞ അർത്ഥം? ഈ algebraic എന്ന് പറഞ്ഞ അർത്ഥം ഇയിലെ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോളിനോമിയൽ എവിടെ ഉണ്ടാവും? എഫ് ഓഫ് എക്സിൽ ഉണ്ടാവുന്നതാണ് അതിന്റെ അർത്ഥം അല്ലെ? ദാറ്റ് ഈസ് ഫോർ എവരി ആൽഫ എലമെന്റ് ഓഫ് E there exists some f of x element of capital F of x such that f of alpha equal to 0 എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള മെമ്പേഴ്സ് ആണ് ആര്? ആൽഫ ഐകൾ അല്ലെ? ദാറ്റ് മീൻസ് സിൻസ് ആൽഫ ഐ എലമെന്റ് ഓഫ് ഇ ആയതുകൊണ്ട് ഇവരെന്തായിരിക്കും? ഓൾജിബ്രായിക് ആയിരിക്കും. ആൽഫ ഐ ഓൾജിബ്രായിക് ഓവർ എഫ് ആയിരിക്കും. ഈ ആൽഫ ഐ ഓൾജിബ്രായിക് എഫ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓരോ ആൽഫ ഐസും അല്ലെ, അതായത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എഫ് ഓഫ് ആൽഫ 1 ഓൾജിബ്രായിക് ഓവർ എഫ് ആയിരിക്കും. ശരിയല്ലേ? കാരണം എഫ് ഓഫ് ആൽഫ 1 എന്ന് പറഞ്ഞാൽ എഫിനെയും ആൽഫ 1നെയും കണ്ടെയ്നിങ് സ്മോളസ്റ്റ് ഫീൽഡ് ആണ്. ആൾറെഡി ആൽഫ 1 ഓൾജിബ്രായിക് ആണ് തന്നിട്ടുണ്ട് ഓവർ എഫ്. അതുപോലെ എഫ് ഓഫ് ആൽഫ 1, ആൽഫ 2, എഫ് ഓഫ് ആൽഫ 1, ആൽഫ 2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എഫ് ഓഫ് ആൽഫ 1ന്റെ ഒപ്പം ആൽഫ 2നെ അഡ്ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ് എഫ് ഓഫ് ആൽഫ 1, ആൽഫ 2 എന്ന് പറയുന്നത്. സോ ഇയാൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ദിസ് ഈസ് ഓൾജിബ്രായിക് ഓവർ എഫ് ഓഫ് ആൽഫ 1 ആവും. സോ ഉറപ്പായിട്ടും ആരായിരിക്കും? ഓൾജിബ്രായിക് ഓവർ എഫ് ആയിരിക്കും. സോ സിമിലർലി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ j will be algebraic over f of alpha 1, alpha 2, etc. alpha j minus 1. Okay, അപ്പോ എന്താ കിട്ടിയത്? f of alpha 1, alpha 2, etc. alpha j will be algebraic over f of alpha 2, etc. alpha j minus 1 ആയിരിക്കും. ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ടവർ തിയറി ഉപയോഗിക്കാം. നമുക്ക് കാണിക്കേണ്ടത് അതുകൂടി ആലോചിക്കുക. നമുക്ക് കാണിക്കേണ്ടത് എഫ് ഒരു ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്. മാത്രമല്ല ഇ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n തന്നിട്ടുണ്ട്. പ്രൂവ് ചെയ്യേണ്ടത് ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക് എങ്ങനെയാ? ഡയമെൻഷൻ ഓഫ് ഇ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ആരാ? ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 1, ആൽഫ 2, etc. ആൽഫ n
ഓവർ എഫ് ആണ്. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും വീണ്ടും? ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ എൻ ഓവർ എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്ത് ആരാ ഇൻറ്റു അവസാനം ആരാ എഫ് ഓഫ് ആൽഫ 1 എഫ് ആണ്. ഓരോരുത്തരും ഫൈനൈറ്റ് ആയതുകൊണ്ട് പ്രൊഡക്റ്റ് എടുത്താൽ എന്തിനായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് എന്ത് കിട്ടി? ഓട്ടോമാറ്റിക്കലി ഡയമെൻഷൻ ഇ എഫ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് കിട്ടും. ഓക്കെ, ഇനി തിരിച്ചെന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. തിരിച്ച് കാണിക്കേണ്ടത് ഇ ഓവർ എഫ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഓൾജിബ്രായിക്കാൻ തന്നിട്ടുണ്ട്. അതെല്ലാം ആൾറെഡി തന്നിട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡയമെൻഷൻ ഓഫ് ഇ എഫ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഇ വിൽ ലുക്ക് ലൈക്ക് സം എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ ഫോർ സം ആൽഫ ഐസ് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് അതിന്റെ കോൺവേഴ്സ് പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാ പ്രൂവ് ചെയ്യുക? ഇപ്പോ നമുക്ക് ഓരോ ഡയമെൻഷന്റെ എടുത്തു പോവാം. ഇഫ് ഡയമെൻഷൻ ഓഫ് ഇ എഫ് എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഡയമെൻഷൻ ഓഫ് ഇ എഫ് 1 ആണെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് കിട്ടും? ഇ ഈക്വൽ ടു ആരാ? എഫ് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് 1 ആണ്. സോ ഈ രൂപത്തിലായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അല്ലെ? ആൽഫ 1 വരെ 1 ആണെന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്ത കേസ് ഏതാ? ഡയമെൻഷൻ ഓഫ് ഇ എഫ് 1 അല്ല, അതിനേക്കാളും കൂടുക അല്ലെ? ഡയമെൻഷൻ ഓഫ് ഇ എഫ് ഗ്രേറ്റർ ദാൻ 1 ആവുക അല്ലെ? ഡയമെൻഷൻ ഓഫ് ഇ എഫ് ഗ്രേറ്റർ ദാൻ 1 ആയാൽ ഉറപ്പായും എന്ത് പറയാൻ പറ്റും? എഫ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഇ ആണെന്ന് പറയാൻ പറ്റും. അതായത് ഇനകത്തുള്ള ഏതെങ്കിലും ഒരു മെമ്പർ ഉണ്ടാവും, ആ മെമ്പർ എവിടെ ഉണ്ടാവില്ല? എഫിൽ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ലെറ്റ് ആൽഫ 1 ബിലോങ്സ് ടു ഇ ആൻഡ് ആൽഫ 1 ഡസ് നോട്ട് ബിലോങ്സ് ടു എഫ്. ഇനി ഈ ആൽഫ 1 ബിലോങ്സ് ടു ഇ ഞാൻ എടുത്തിട്ടുണ്ട് അല്ലെ? എഫിൽ ഇല്ലതാനും, പക്ഷെ ഓൾജിബ്രായിക്ക് ആണ് ഇ ഓവർ എഫ് ആണെന്ന് അറിയാം അല്ലെ? ഇ ഓവർ എഫ് ഓൾജിബ്രായിക്ക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏത് പറയാം? ആൽഫ 1 റെസ്പോണ്ടിങ് ആയിട്ട് പോളിനോമിയൽ ഉണ്ടാവും. ഈ ഏത് രൂപത്തിൽ ഇരിക്കാം? ഇ ഈക്വൽ ടു സം എഫ് ഓഫ് ആൽഫ 1 പോലെ ഇരിക്കാം. alpha 1 element of E and alpha 1 not element of M, then f of alpha 1 over f എന്ന് പറയുന്നത് greater than 1 ആണ്. ഓക്കെ, ഇനി f of alpha 1 equal to E ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ചെയ്യാം അല്ലെ? ഈക്വൽ എഫ് ഓഫ് ആൽഫ 1 വന്നാൽ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഈക്വൽ എഫ് ഓഫ് ആൽഫ 1 അല്ലെങ്കിലോ വീണ്ടും എന്ത് പറയാൻ പറ്റും? ആൽഫ 2 സെലക്ട് ചെയ്യാൻ പറ്റും. ആൽഫ 2 എവിടെ ഉണ്ടാവും? ആൽഫ 2 ബിലോങ്സ് ടു ഇ ആയിരിക്കും. ആൽഫ 2 ഡസ് നോട്ട് ബിലോങ്സ് ടു എഫ് ഓഫ് ആൽഫ 1 ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ആളെ ഉണ്ടാക്കാം. ആര്? എഫ് ഓഫ് ആൽഫ 1 കോമ ആൽഫ 2 എന്ന് പറഞ്ഞ ആളെ ഉണ്ടാക്കാം. ഇയാൾ ഇ ആയാൽ വീണ്ടും സ്റ്റോപ്പ് ചെയ്യും. ഇയാൾ ഇ അല്ലെങ്കിൽ വീണ്ടും എന്തുണ്ടാവും? ആൽഫ 3 എന്ന് പറഞ്ഞ പുതിയ ആളെ സെലക്ട് ചെയ്യും. ഇങ്ങനെ എത്ര സെലക്ട് ചെയ്യാൻ പറ്റും? നമുക്ക് അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡയമെൻഷൻ ഓഫ് ഇ എഫ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് തന്നിട്ടുണ്ട് അല്ലെ? ഡയമെൻഷൻ ഇ എഫ് ഫൈനൈറ്റ് ആണ് തന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 എക്സെട്ര അങ്ങനെ സെലക്ട് ചെയ്ത് ഇൻഫൈനൈറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ഒരു ഫൈനൈറ്റ് ആൾക്കാർ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ? സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഈ ഏത് രൂപത്തിലിരിക്കും? എഫ് ഓഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര സം ആൽഫ എൻ എന്നുള്ള രൂപത്തിൽ ഇരുന്നേ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ നിന്ന് കിട്ടിയ തിയറത്തിന്റെ കാര്യം എന്താണെന്ന് ആലോചിക്കുക. ഇ ഈസ് ആൻ അൾജിബ്രായിക് ഓവർ എഫ് ആണെങ്കിൽ, ഡയമെൻഷൻ എഫ് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഏത് രൂപത്തിൽ എഴുതാൻ പറ്റും? E will look like some f of alpha 1 alpha 2 etc alpha n. അടുത്ത എന്താ പറയാൻ പോണേ? നമ്മൾ പുതിയ ഡിഫൈൻ ചെയ്യാൻ പോണേ വാട്ട് ഈസ് ആൻ algebraic closure. ഓക്കെ, algebraic closure എന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? f സബ്സ്ക്രിപ്റ്റ് e ഇത് ക്ലോഷർ എന്നാണ് മുകളിലുള്ള ഡാഷിനെ വിളിക്കുന്നത്. ഇതിനെ E is an extension field of f. Then the algebraic closure of f in E അതാണ് അതിനെ വിളിക്കുന്ന പേര്. ഓക്കെ, ഈ നൊട്ടേഷൻ നമ്മൾ വിളിക്കുന്നത് algebraic closure of f in E എന്ന് പറഞ്ഞ അർത്ഥം ഉദ്ദേശിക്കുന്നത് set of all alpha element of E which is algebraic over f. ഓക്കെ, അതായത് f എന്ന് പറയുന്നത് ഒരു സബ് ഫീൽഡ് ഓഫ് E ആണെങ്കിൽ ഈ നൊട്ടേഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? ആൽഫ ഇയിലെ ആൾക്കാര് വിത്ത് എന്ത് പ്രത്യേകത? ആ ആൽഫാസ് എന്ത് പ്രത്യേകത? ആ ആൽഫ പറയുന്നത് ഓൾജിബ്രായിക് ഓവർ
എഫ് ആയിരിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ ഒപ്പം പ്രൂവ് ചെയ്യാൻ പോകുന്നത് ആ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു സബ് ഫീൽഡ് ആവും എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഈ അൾജിബ്രായിക് ക്ലോഷർ ഓഫ് എഫ് ഇൻ ഇ ഒരു സബ് ഫീൽഡ് ആണ് കാണിക്കണം. സബ് ഫീൽഡ് എന്ന് കാണിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിനകത്തുള്ള ആൽഫ കോമ ബീറ്റ എലമെന്റോ അൾജിബ്രായിക് ക്ലോഷർ ഓഫ് എഫ് ഇൻ ഇ എടുത്താൽ ഉറപ്പായിട്ട് എന്തുണ്ടാവണം? അതിന്റെ സമ്മ്, അതിന്റെ പ്രൊഡക്റ്റ്, അതിന്റെ ഡിവിഷൻ എല്ലാം എവിടെ ഉണ്ടായേ പറ്റുള്ളൂ ഓട്ടോമാറ്റിക്കലി. അതുപോലെ അതിന്റെ ഡിഫറൻസ് ഒക്കെ എവിടെ ഉണ്ടാവണം? തിരിച്ച് എഫ് ഇയുടെ ക്ലോഷറിൽ ഉണ്ടാവണം അല്ലെ? എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. എന്താ പ്രൂവ് ചെയ്യണ്ടേ? ആൾറെഡി നമ്മുടെ എന്ത് തന്നിട്ടുണ്ട്? ആൽഫയും ബീറ്റയും എവിടെയുണ്ട്? അൾജിബ്രായിക് ക്ലോഷർ ഓഫ് എഫ് ഇൻ ഇയിലുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ആൽഫ കോമ ബീറ്റ ഈസ് ഓൾജിബ്രായിക് ഓവർ എഫ് ആണെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? ഓൾജിബ്രായിക് ഓവർ എഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ എഫ് ഓഫ് ആൽഫ കോമ ബീറ്റയെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റുക? ആൽഫയും ബീറ്റയും ഓൾജിബ്രായിക് ഓവർ എഫ് ആണ്. അപ്പൊ എഫ് ഓഫ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ് അല്ലെ? കാരണം എഫ് ഓഫ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിളിക്കാം? ദിസ് ഈസ് ഈക്വൽ ടു നമ്മുടെ പ്രകാരം ദിസ് ഈസ് ഈക്വൽ ടു ആരാ? എഫ് ഓഫ് ആൽഫ ബീറ്റ ഓവർ സം എഫ് ഓഫ് ഇൻറ്റു ഓവർ എഫ് ആണ്. ഇതൊരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയിരിക്കും കാരണം ബീറ്റ ഓൾജിബ്രായിക് ഓവർ എഫ് ആണ്. ഇതൊരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയിരിക്കും, അതൊരു ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആണ്. ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ എന്നുള്ളതല്ല, ഇതിനകത്ത് ബീറ്റ എന്ന് പറഞ്ഞ എലമെന്റിനെ അഡ്ജോയിൻ ചെയ്തിട്ടാണ് എഫ് ഓഫ് ആൽഫ ബീറ്റ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ബീറ്റയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ ഡിഗ്രി ആയിരിക്കും അല്ലെ? ഇനി എഫ് ഓഫ് ആൽഫ ഓവർ എഫിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ ഡിഗ്രി ആയിരിക്കും. സോ ഈ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ആര് ഫൈനൈറ്റ് ആയിരിക്കും? എഫ് ഓഫ് ആൽഫ ബീറ്റ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈനൈറ്റ് ആണ് കിട്ടും. ഇയാൾ ഫൈനൈറ്റ് ആയാൽ എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്താണ്? ഓൾജിബ്രായിക് ആണ് അല്ലെ? ദാറ്റ് മീൻസ് ആൽഫ ബീറ്റ എഫ് ഓഫ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് ബൈ തിയറത്തെ പ്രകാരം എന്ന് പറയാൻ പറ്റും എവറി എലമെന്റ് ഓഫ് എഫ് ഓഫ് ആൽഫ ബീറ്റ ഈസ് ഓൾജിബ്രായിക് ഓവർ എഫ് അല്ലെ? നമ്മൾ സ്റ്റാർട്ടിങ് ഇതേ എടുത്തുള്ളൂ, ആൽഫയും ബീറ്റയും ഓൾജിബ്രായിക് ആണ് എടുത്തു. ആൽഫയും ബീറ്റയും ഓൾജിബ്രായിക് ആണ് എടുത്തപ്പോ എഫ് ഓഫ് ആൽഫ ബീറ്റ എന്തായി മാറി? ഓട്ടോമാറ്റിക്കലി ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയി മാറി അല്ലെ? ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയി മാറിയപ്പോൾ എന്തായി മാറി? അതെന്തായി? നമ്മൾ തൊട്ടുമുമ്പത്തെ തിയറത്തിൽ പറഞ്ഞ പ്രകാരം ഓൾജിബ്രായിക്കും ഫൈനൈറ്റ് എക്സ്റ്റൻഷനും ആണെങ്കിൽ അതിനകത്തുള്ള എല്ലാ എലമെന്റും ഓൾജിബ്രായിക് ആയിരിക്കും. ദാറ്റ് മീൻസ് എഫ് ഓഫ് ആൽഫ ബീറ്റ ഈസ് ഓൾജിബ്രായിക് ഓവർ എഫ് ആണ്. എഫ് ഓഫ് ആൽഫ ബീറ്റ ഓൾജിബ്രായിക് ഓവർ എഫ് ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഓൾജിബ്രായിക് ആണെന്നുള്ളതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 31.3 തിയറത്തിൽ എന്താണെന്നുള്ളത് ആലോചിക്കാം. ട്രിഗണോമെട്രി തിയറത്തിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ അത് ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ ആണെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ എഫ് ഓഫ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ഓൾജിബ്രായിക് ഓവർ എഫ് ആയി. എഫ് ഓഫ് ആൽഫ ബീറ്റ ഓൾജിബ്രായിക് ഓവർ എഫ് ആയി എന്തുണ്ടാവും? എഫ് ഓഫ് ആൽഫ ബീറ്റയുടെ അകത്തുള്ള എല്ലാ എലമെന്റും ഓൾജിബ്രായിക് ഓവർ എഫ് ആയി. അതായത് എഫ് ഓഫ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്തായേ പറ്റുള്ളൂ? കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു എഫ് ഇ ക്ലോഷർ ആയേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഉറപ്പായിട്ട് എന്താ? എഫ് ഓഫ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ആൽഫേനെയും ബീറ്റേനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ്, എഫിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ഫീൽഡ് ആണ്. അപ്പൊ ഉറപ്പായിട്ടും ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും ആൽഫ മൈനസ് ബീറ്റയും ആൽഫ ബൈ ബീറ്റ അവർ ബീറ്റ നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള ആൾക്കാരും എവിടെ ഉണ്ടായും? ഉറപ്പായിട്ടും നമ്മുടെ algebraic closure of f in E ഉണ്ടാവും. That means algebraic closure of f in E എന്ന് പറഞ്ഞാൽ എന്തായി മാറും? ഒരു subfield of E ആയി മാറും. Okay. അടുത്ത പറയുന്നത് set of all algebraic numbers forms a field. എന്തായി പ്രൂവ് ചെയ്യുക? algebraic numbers എന്ന് പറഞ്ഞാൽ ആരാ? ഏതൊക്കെ എലമെന്റ്സ് ആണോ algebraic over Q ആയിട്ടുള്ളത് അവരെ വിളിക്കുന്ന പേരാണ് നമ്മൾ algebraic numbers. തൊട്ട് മുമ്പത്തെ തിയറത്തിൽ നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്തു. ഏതെങ്കിലും ഫീൽഡ് എഫ് എടുക്കുകയാണ്, ഇ എന്ന് പറഞ്ഞതിന്റെ എക്സ്റ്റൻഷൻ ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓൾജിബ്രായിക് ഓവർ എഫ് എന്ന് പറയുന്നത് എന്തായി മാറുന്നു പറഞ്ഞു? ഓൾജിബ്രായിക് ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഫീൽഡ് സബ് ഫീൽഡ് ആവും നമ്മൾ പ്രൂവ് ചെയ്തു അല്ലെ? അപ്പൊ ഇവിടെ എങ്ങനെ എടുക്കുക? ഇവിടെ എഫിന് ഒരാരെ എടുക്കുക, നമ്മുടെ ഈ ഗ്രൂപ്പിൽ എഫിന് ഒരാരെ എടുക്കുക, ക്യൂവിനെ എടുക്കുക,
ഇക്ക് പകരം ആര് എടുക്കുക, സി എടുക്കുക. എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് വിച്ച് ആർ ഓൾജിബ്രായിക് ഓവർ ക്യൂ ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് വരിക, നമ്മുടെ ഈ കളക്ഷനിൽ വരിക. ദാറ്റ് മീൻസ് ആ കളക്ഷൻ എന്തായി മാറും, ഓട്ടോമാറ്റിക്കലി ഫീൽഡ് സബ് ഫീൽഡ് ആവുന്ന ആൾറെഡി പ്രൂവ് ചെയ്തു. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ ഓൾജിബ്രായിക് നമ്പേഴ്സ് ഈസ് ദി ഓൾജിബ്രായിക് ക്ലോഷർ ഓഫ് ക്യൂ ഇൻ സി. ഇനി എപ്പോഴാണ് ഒരു ഫീൽഡ് ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആണെന്ന് പറയാനാണ് പറയാൻ പോകുന്നത്. എ ഫീൽഡ് എഫ് ഇൻ is algebraically closed if every non-constant polynomial in f of x has a zero in it. എന്താ പറയണത്, ഒരു ഫീൽഡ് ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ അതിനകത്തുള്ള ഏത് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുത്താലും അതിനൊരു സീറോ എവിടെ ഉണ്ടാവണം എന്നാണ് പറയുന്നത്, എഫിൽ ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ആലോചിച്ചാൽ ആരാ, കോംപ്ലക്സ് നമ്പേഴ്സിൽ നമുക്കറിയാം ഇവിടെ എഫ് ഈക്വൽ ടു സി ഒരു എക്സാമ്പിൾ ആണ്. എന്തുകൊണ്ടാ, കോംപ്ലക്സ് നമ്പേഴ്സിനകത്ത് ഏത് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുത്താലും അതിനൊരു സീറോ ഉണ്ടാവും. അങ്ങനെ ഒരു തിയറി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്, ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര ആയിരുന്നു. നമ്മൾ ഈ സെക്ഷനിൽ അത് പ്രൂവ് ചെയ്യും ആദ്യം ഒന്നുകൂടി. ഓക്കെ, ശരി. അടുത്ത എന്താ പറയണേ തിയറത്തില്, എ ഫീൽഡ് എഫ് ഈസ് ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവരി നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഫാക്ടേഴ്സ് ഇൻ എഫ് ഓഫ് എക്സ് ഇൻടു ലീനിയർ ഫാക്ടേഴ്സ്. ഓക്കെ, എന്താ തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു ഫീൽഡ് ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആണെങ്കിൽ അതിനകത്ത് ഏത് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുത്താലും അതിനെ ലീനിയർ ഫാക്ടർ ആക്കാൻ പറ്റും. തിരിച്ച് ഏത് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലിനെയും ലീനിയർ ഫാക്ടർ ആക്കാൻ പറ്റുന്ന സ്ഥലം എന്തായിരിക്കും, ആ സ്ഥലം ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ എടുക്കുക, എഫ് ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആണെന്ന് വിചാരിക്കുക. എഫ് ഓൾജിബ്രായിക്കലി ക്ലോസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, അതിനകത്തുള്ള ഏത് പോളിനോമിയൽ എടുത്താലും ആ പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ലീനിയർ ഫാക്ടേഴ്സ് ആക്കിയിട്ട് അതിനൊരു സീറോ ഉണ്ടാവും അല്ലെ. ഏത് പോളിനോമിയൽ എടുത്താലും ആ പോളിനോമിയലിന് സീറോ ഉണ്ടെന്നാണ് അർത്ഥം അല്ലെ. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് ഞാൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുക്കുന്ന വെച്ചാൽ എഫ് ഓഫ് എക്സ് ഇസ് എ നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുക്കുന്ന വെച്ചാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, എഫ് ഒരു ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആയതുകൊണ്ട് ഏത് പോളിനോമിയൽ എടുത്താലും അതിന് സീറോ ഉണ്ടാവും അല്ലെ. ദാറ്റ് മീൻസ് ദാറ്റ് ആൽഫ എലമെന്റ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എ ആൻഡ് നൊട്ടേഷൻ എടുത്തിട്ടുള്ളൂ. സോ എ തന്നെ വെച്ച് പോവാം. എ എലമെന്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ ഒരു സീറോ ആയിരിക്കും അല്ലെ. ദാറ്റ് മീൻസ് എന്ത് ചെയ്യാൻ പറ്റും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് മൈനസ് എ ഇൻറ്റു സം ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇനി ജി ഓഫ് എക്സ് ലീനിയർ ഫാക്ടർ ആണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ജി ഓഫ് എക്സ് ലീനിയർ ഫാക്ടർ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തന്നിരിക്കുന്ന ആളിനെ നോൺ കോൺസ്റ്റന്റ് ആണെങ്കിൽ ജി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആയതുകൊണ്ട് ജി ഓഫ് എക്സിന് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ജി ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് സം എക്സ് മൈനസ് ബി ഇൻറ്റു സം എച്ച് ഓഫ് എക്സ് വേർ ബി എലമെന്റ് ഓഫ് എഫ് ആയിട്ട്. സോ ഈ പ്രോസസ് നമുക്ക് ഏത് പോളിനോമിയലിനും കണ്ടിന്യൂസ് ചെയ്ത് കൊണ്ടുപോകാം. എഫ് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും എച്ച് ഓഫ് എക്സിനും ഒക്കെ കണ്ടിന്യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് പോളിനോമിയൽ എടുത്താലും അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ലീനിയർ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താ ചെയ്തെന്ന് നോക്കുക. എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ എടുത്തു. ഇത് എഫ് ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആയതുകൊണ്ട് ആ തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ സീറോ എവിടെ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി തന്നിരിക്കുന്ന ഫീൽഡിനകത്ത് ഉണ്ടാവും. ആ എ ആണ് അതിന്റെ സീറോ എന്ന് വിചാരിച്ചു. അപ്പൊ എഫ് ഓഫ് എക്സ് സീറോനെ ഫാക്ടർ തിയറി പ്രകാരം എക്സ് മൈനസ് എ ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് നൊട്ടേഷൻ എടുക്കാൻ പറ്റും. സിമിലർലി ജി ഓഫ് എക്സിനെയും അങ്ങനെ അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റും, തന്നിരിക്കുന്ന പോളിനോമിയലിനെ ലീനിയർ പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, continuing the process. We get the result. ഇനി തിരിച്ചെങ്ങനെ കാണിക്കുക, ഏത് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സും ലീനിയർ ഫാക്ടറായി ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിന്റെ സീറോ എവിടെ ഉണ്ടെന്ന് കാണിക്കുകയാണ് വേണ്ടത് അല്ലെ. അപ്പൊ ഏത് പോളിനോമിയലിനെ ലീനിയർ ഫാക്ടർ ആക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഒരു ലീനിയർ ഫാക്ടർ എങ്ങനെ ഇരിക്കുക, സം എ എക്സ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ ലീനിയർ ഫാക്ടർ ഇരിക്കുന്നുണ്ടാവുക. എ എക്സ് മൈനസ് ബി ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഫീൽഡ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും എക്സ് ഈക്വൽ ടു ബി ബൈ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ
0 ആയിരിക്കും. x ഈക്വൽ ടു ബി ബൈ കൊടുത്തുണ്ടാവുക a ഇൻറ്റു ബി ബൈ എ മൈനസ് ബി ആണ് ഉണ്ടാവുക. കട്ട് ചെയ്ത് കളഞ്ഞു ഈക്വൽ ടു 0 ആയി മാറും. കാരണം ഇവിടെ എക്ക് എന്താവാൻ പറ്റില്ല, എ നോട്ട് ഈക്വൽ ടു 0 ആയി വന്നേ പറ്റുള്ളൂ. എ എക്സ് മൈനസ് ബി വരണമെങ്കിൽ ലീനിയർ ഫാക്ടർ ആവണമെങ്കിൽ. ഓക്കെ, ദാറ്റ് മീൻസ് എന്തായി ഓട്ടോമാറ്റിക് x ഈക്വൽ ടു ബി മൈനസ് എ ഒരു 0 ആയി മാറും. ദാറ്റ് മീൻസ് തന്നിരിക്കുന്ന പോളിനോമിയൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും, 0 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് എഫ് എന്തായി മാറും, ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആയി മാറും. ഓക്കെ, സോ ഏത് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എടുത്താലും അതിനൊരു ഫാക്ടറൈസേഷൻ ലീനിയർ ഫാക്ടർ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനകത്തൊരു എക്സ് മൈനസ് ബി എന്ന് പറഞ്ഞ ലീനിയർ ഫാക്ടർ ഉണ്ടാവും. എക്സ് മൈനസ് ബി ലീനിയർ ഫാക്ടർ ഉണ്ടായാൽ അതിന് 0 എക്സ് ഈക്വൽ ടു ബി ബൈ എ ആണ്. സോ രണ്ട് സൈഡ് നമ്മൾ കാണിച്ചു എന്ത്, എഫ് ഈസ് ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഫാക്ടേഴ്സ് ഇൻ എഫ് ഓഫ് എക്സ് ഇൻടു ലീനിയർ ഫാക്ടേഴ്സ്. നമ്മുടെ എക്സാമ്പിൾ ആണ് ആൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആയി ഫീൽഡിനാല് കോംപ്ലക്സ് നമ്പേഴ്സ് Z. അടുത്ത കൊറോട് എന്താ പറയുന്നത്, ആൻഡ് ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ഫീൽഡ് എഫ് ഹാസ് നോ പ്രോപ്പർ ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആയ ഫീൽഡിന് പിന്നൊരു എക്സ്റ്റൻഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് സീനേക്കാളും വലുതായിട്ടുള്ള ഫീൽഡ് തൽക്കാലം നിങ്ങൾക്ക് അറിയില്ല അല്ലെ, അത് ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ഫീൽഡ് ആയതുകൊണ്ട് അവിടെ അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ആറിനേക്കാളും വലിയ ഫീൽഡാണ് സി, കാരണം ആറ് ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് അല്ല, ക്യൂ ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് അല്ല. അപ്പൊ എങ്ങനെ കാണിക്കുക, ഇഫ് ലെറ്റ് ഇ ബി ആൻ ഓൾജിബ്രായിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആൻഡ് എഫ് ഇസ് സബ്ഫീൽഡ് ഓഫ് ഇ. ആൽഫ എലമെന്റ് ഓഫ് ഇ എടുത്താൽ എന്താണ് ഓട്ടോമാറ്റിക്കലി എന്താ വരിക, ഇറഡ്യൂസിബിൾ ഓഫ് ആൽഫ കോമ എഫ് എന്താ വരിക, നമുക്ക് കാണിക്കേണ്ടത് എന്താ, എഫ് ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആണെന്ന് അറിയാം, അതിനൊരു പ്രോപ്പർ ആയിട്ട് പിന്നെ ഒരു എക്സ്റ്റൻഷൻ ഇല്ല എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടാവുക, ഒരു എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ആ എക്സ്റ്റൻഷൻ ആരെന്നെയാണ് കാണിക്കണം, എഫ് തന്നെയാണ് കാണിക്കണം. ഓക്കെ, ലെറ്റ് ഇ ബി ആൻ ഓൾജിബ്രായിക്കലി എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണ് എടുത്തു, എഫ് സബ്ഫീൽഡ് ഓഫ് ഇ ആണ് എടുത്തു, നമ്മൾ എന്തിനെ കാണിക്കും, ഇ എന്ന് പറയുന്നത് എഫ് തന്നെയാണ് കാണിക്കും. ഓക്കെ, എന്നിട്ട് ആൽഫ എലമെന്റ് ഓഫ് ഇ എടുത്തു, ആൽഫ എലമെന്റ് എടുത്താൽ ഇറഡ്യൂസിബിൾ ഓഫ് ആൽഫ കോമ എഫ് എന്താ വരിക, തൊട്ട് മുമ്പത്തെ തിയറി പ്രകാരം നമുക്ക് എന്താ അറിയാം, ഏത് പോളിനോമിയൽ എടുത്താലും അതിനെ ലീനിയർ ഫാക്ടർ ആയിട്ട് വരും അല്ലെ. സോ ഇറഡ്യൂസിബിൾ ഓഫ് ആൽഫ കോമ എഫ് എടുത്തു കഴിഞ്ഞാൽ എന്തായേ പറ്റുള്ളൂ, സം ലീനിയർ ഫാക്ടർ ആയേ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ അറിയാം ഏത് ഇറഡ്യൂസിബിൾ ആൽഫ എന്ന് വെച്ചാൽ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്, ഏത് പോളിനോമിയൽ എടുത്താലും അതിനെ ലീനിയർ ഫാക്ടർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് തൊട്ടുമുമ്പത്തെ തിയറത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ഏത് ആൽഫ എലമെന്റ് ഓഫ് ഇ എടുത്താലും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഫാക്ടർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറഡ്യൂസിബിൾ ഓഫ് ആൽഫ കോമ എഫ് എന്തായേ പറ്റുള്ളൂ, ഇറഡ്യൂസിബിൾ ഓഫ് ആൽഫ കോമ എഫ് എന്ന് പറയുന്നതിനെ എക്സ് മൈനസ് ആൽഫ ആയേ പറ്റുള്ളൂ, കാരണം അത് ഇറഡ്യൂസിബിൾ ആവണം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് എന്താ ഉണ്ടാവുക, അപ്പൊ ഈ പോളിനോമിയൽ ഈ എക്സ് മൈനസ് ആൽഫ എന്ന് പറഞ്ഞ പോളിനോമിയൽ എവിടെ ഉണ്ടാവണം, എഫ് ഓഫ് എക്സിൽ ഉണ്ടാവണം അല്ലെ. എഫ് ഓഫ് എക്സിൽ ഉണ്ടാവണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൽഫ എവിടെ ഉണ്ടാവണം, എഫിൽ ഉണ്ടാവണം അല്ലെ. ദാറ്റ് മീൻസ് തന്നിരിക്കുന്നത് എന്താ നമുക്ക് ഉണ്ടാവുക, നമുക്ക് എന്താ കിട്ടിയ, ഏത് ആൽഫ എലമെന്റ് ഓഫ് ഇ എടുത്താലും അത് എവിടെ ഉണ്ടാവും, ആ ആൽഫ എഫിൽ ഉണ്ടെന്നല്ലേ കിട്ടിയത്. ദാറ്റ് മീൻസ് എന്ത് കിട്ടി, ഇ ഈസ് എ സബ് ഫീൽഡ് ഓഫ് എഫ് എന്ന് കിട്ടി. ആൾറെഡി നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ദിസ് സിംപ്ലൈസ് എന്താ, ഇ ഈക്വൽ ടു എഫ് ആണ്, കാരണം നമ്മുടെ കയ്യിൽ ആൾറെഡി എന്തുണ്ട്, എഫ് ഈസ് സബ് ഫീൽഡ് ഓഫ് ഇ എന്നുള്ളതുണ്ട്. ഓക്കെ, നമ്മളിവിടെ കാണിച്ചത് ഏത് ആൽഫ എലമെന്റ് ഓഫ് ഇ എടുത്താലും ആ എലമെന്റ് എവിടെ ഉണ്ടെന്ന് കാണിച്ചത്, എഫിൽ ഉണ്ടെന്ന് കാണിച്ചു. മീൻസ് ഇ ഇസ് സബ് ഫീൽഡ് ഓഫ് എഫ് എന്ന് കിട്ടി, ഇറ്റ് മീൻസ് ഇ ഈക്വൽ ടു എഫ് എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത തിയറത്തിൽ എന്താ, എവറി ഫീൽഡ് എഫ് ഹാസ് ആൻ ആൾജിബ്രായിക് ക്ലോഷർ ദാറ്റ് ഈസ് ആൻ ആൾജിബ്രായിക് എക്സ്റ്റൻഷൻ എഫ് ക്ലോഷർ ദാറ്റ് ഈസ് ആൾജിബ്രായിക്കലി ക്ലോസ്ഡ്. അത് നമ്മളൊരു അസംഷൻ എടുക്കുന്നതാണ് ഈ രീതിയിൽ നമുക്ക്, അതായത് ഏത് ഫീൽഡ് എടുത്താലും നമ്മൾ ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യാണ്, ആ ഫീൽഡിന് ഉറപ്പായിട്ടും ഒരു ഓൾജിബ്രായിക് ക്ലോഷർ ഉണ്ടെന്നുള്ള അസംഷൻ എടുക്കും. ഇങ്ങനെ എടുത്താലുള്ള ഗുണം എന്ന് പറയുന്നത് ഏത് ഫീൽഡ് എടുത്താലും ആ ഫീൽഡിനകത്തിന്റെ മേലുള്ള എലമെന്റ്സ് എക്സ്റ്റൻഷൻ എടുക്കുമ്പോൾ തന്നിരിക്കുന്ന ഏത് പോളിനോമിയൽ എടുത്താലും ആ പോളിനോമിയലിനെ എവിടെ ലീനിയർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ആൾജിബ്രായിക് ക്ലോഷർ ഫീൽഡിനകത്ത് കൊണ്ടുപോയിട്ട് ലീനിയർ ഫാക്ടറൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ആളെ ഉണ്ടെന്നുള്ള അസംഷൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഏത് പോളിനോമിയലിന്റെയും സീറോസ് കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ള, അതായത് എല്ലാ പോളിനോമിയലിന്റെയും സീറോസ് കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ള ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എവറി ഫീൽഡ് എഫ് ഹാസ് ആൻ ഓൾജിബ്രായിക് ക്ലോഷർ. ഓക്കെ, അതായത് ഇവിടുത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ ഈ കാര്യം ക്രോണക്കർ തിയറത്തിൽ പഠിച്ചു, എന്ത്, ഏത് എഫ് ഓഫ് എക്സ് എടുത്താലും ആ എഫ് ഓഫ് എക്സിന്റെ സീറോ വരുന്ന രീതിയിലുള്ള ഒരു എക്സ്റ്റൻഷൻ ഇ ഉണ്ടാക്കാൻ പറ്റുന്നത് അവിടെ കണ്ടു. ഓക്കെ, പക്ഷെ
അതെന്ത് ഉത്തരം പറയുന്നില്ല? തന്നിരിക്കുന്ന പോളിനോമിയലിന്റെ എല്ലാ പോളിനോമിയലിന്റെയും സീറോസ് കണ്ടെയ്ൻ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എവറി എഫ് ഓഫ് എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എടുത്താലും ഈ ഫോർ എവറി എഫ് ഓഫ് എക്സിന്റെയും സീറോസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡാണ് സത്യത്തിൽ ആര്? എഫ് ക്ലോഷർ. കാരണം ആൾജിബ്രായിക് ക്ലോഷറിന്റെ പ്രത്യേകത ആൾജിബ്രായിക് ക്ലോഷറിനകത്തുള്ള എല്ലാ പോളിനോമിയൽസിനും എന്തുണ്ട്? ലീനിയർ ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ പോളിനോമിയൽസിനും എന്തുണ്ട്? അതിനകത്ത് സീറോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ അസംഷൻ അല്ല, നമ്മുടെ പ്രൂവ് ചെയ്യാൻ പറ്റും ഏത് ഫീൽഡ് എടുത്താലും അതിന് ആൾജിബ്രായിക് ക്ലോഷർ ഉണ്ടെന്നുള്ളത്. സോ തൽക്കാലം പക്ഷെ ആ പ്രൂഫ് നമ്മുടെ സിലബസിൽ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ പ്രൂഫ് ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഓക്കെ, സോ നമ്മൾ ഇനി എഫ് ക്ലോഷർ എന്ന് പറഞ്ഞ ഇയാളെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. ഇയാളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആരാ? എഫ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എഫിന്റെ ഓൾജിബ്രായിക്കലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഫീൽഡ് ആണ്, അല്ലെങ്കിൽ ഓൾജിബ്രായിക് ക്ലോഷർ ആണ്. ഇതിന്റെ പ്രത്യേകത ഇതിനകത്ത് എഫ് ഓഫ് എക്സിനകത്തുള്ള എല്ലാ പോളിനോമിയലിന്റെയും സീറോസ് ഉള്ള ആളാണിത്. മാത്രമല്ല ഈ എഫ് ക്ലോഷറിന്റെ മേലെ എന്തില്ല? ഒരു എക്സ്റ്റൻഷൻ ഇല്ല. ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര. എന്തായിരുന്നു ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര? The field C of complex numbers is algebraically closed field. എന്ന് വെച്ചാൽ സിനകത്ത് നമുക്ക് ഏത് പോളിനോമിയൽ എടുത്താലും അതിന്റെ സീറോ കണ്ടുപിടിക്കാൻ പറ്റുന്നത് പ്രൂവ് ചെയ്താൽ മതി, അല്ലെ? സോ ലെറ്റ് എഫ് ഓഫ് സെറ്റ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ സി ഓഫ് സെറ്റ് എടുത്തു, പോളിനോമിയൽ എടുത്തു. തൽക്കാലം വിചാരിച്ചു എഫ് ഓഫ് സെറ്റ് എന്തില്ലാന്ന്. എഫ് ഓഫ് സെറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ കോംപ്ലക്സ് സി ഓഫ് സെറ്റിൽ എടുത്തിട്ടുണ്ട്. തൽക്കാലം എന്ത് വിചാരിക്കുന്നു? എഫ് ഓഫ് സെറ്റിന് സീറോസ് ഇല്ലാന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു സീറോ ഫോർ എവരി ആൽഫ, അല്ലെ? എഫ് ഓഫ് സെറ്റിന് സീറോ ഇല്ല. എഫ് ഓഫ് സെറ്റ് സീറോ ഇല്ലാത്തതുകൊണ്ട് 1/f ഓഫ് സെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാലോ. ഇതെന്തായിരിക്കും? വീണ്ടും ഇത് അനലിറ്റിക് ആയിരിക്കും. മാത്രമല്ല ഇതൊരു എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കും. കാരണം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ കുഴപ്പം എഫ് ഓഫ് സെറ്റ് സീറോ ആവുന്ന പോർഷനിലാണ്. എഫ് ഓഫ് സെറ്റ് സീറോ ആവുന്നില്ല. എഫ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു സീറോ ഫോർ എവറി സെറ്റ് എലമെന്റ് ഓഫ് സി. അപ്പോൾ 1/f ഓഫ് സെറ്റ് അനലിറ്റിക് ഫംഗ്ഷൻ ആയി, എൻറ്റയർ ഫംഗ്ഷൻ ആയി. 1/f അനലിറ്റിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? ലിമിറ്റ് മോഡ് സെറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെറ്റ് എവിടേക്കാണ് പോകുന്നത്? ഇൻഫിനിറ്റിക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ലിമിറ്റ് മോഡ് സെറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/f ഓഫ് സെറ്റ് എവിടേക്ക് പോകും? ലിമിറ്റ് മോഡ് സെറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/f ഓഫ് സെറ്റ് എവിടേക്ക് പോകും? സീറോക്ക് പോകും, അല്ലെ? കാരണം മോഡുലസ് എഫ് ഓഫ് സെറ്റ് എവിടേക്ക് പോകുന്നുണ്ട്? പോളിനോമിയൽ എടുക്കണം നമ്മൾ. പോളിനോമിയൽ എടുത്താൽ ഓട്ടോമാറ്റിക്കലി സെറ്റിന്റെ വാല്യൂ കൂടി വരുന്നവർ ഓട്ടോമാറ്റിക്കലി എവിടേക്ക്? ഇൻഫിനിറ്റിക്ക് പോകും, ഇതിന്റെ മോഡുലസ്. സോ ഈ ആൾ എവിടേക്ക് പോകും? സീറോക്ക് പോകും. ഇയാൾ സീറോക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റും? 1/f must be bounded in the plane, അല്ലെ? 1/f എന്തായി പറ്റുള്ളൂ? ഓട്ടോമാറ്റിക്കലി 1/മോഡുലസ് എഫ് ഓഫ് സെറ്റ് സീറോക്കാണ് ടെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/f എന്തായി പറ്റുള്ളൂ? ബൗണ്ടഡ് ആയേ പറ്റുള്ളൂ, അല്ലെ? 1/f ബൗണ്ടഡ് ആയെന്നുണ്ടാവും. നമ്മൾ കോംപ്ലക്സിൽ പഠിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. കോംപ്ലക്സിൽ ലെവിലിയസ് തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ലെവിലിയസ് തിയറം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു ഫംഗ്ഷൻ അനലിറ്റിക്കും ഒരു ഫംഗ്ഷൻ എൻറ്റയർ ഫംഗ്ഷൻ പ്ലസ് ബൗണ്ടഡ് ആണെങ്കിൽ ഇംപ്ലൈസ് എന്താ? എഫ് ഈസ് കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എഫ് ഈസ് കോൺസ്റ്റന്റ് ആവും. ആര് കോൺസ്റ്റന്റ് ആയി മാറും? ഇവിടെ 1/f കോൺസ്റ്റന്റ് ആയി മാറും. ഇവിടത്തെ പ്രകാരം 1/f കോൺസ്റ്റന്റ് ആവും. 1/f കോൺസ്റ്റന്റ് ആയി ആര് കോൺസ്റ്റന്റ് ആവും? എഫും കോൺസ്റ്റന്റ് ആവും. പക്ഷെ ഒരു പോളിനോമിയലിന് കോൺസ്റ്റന്റ് ആയി വരാൻ പറ്റില്ല. ദാറ്റ് ഈസ് കോൺട്രഡിക്ഷൻ. ദാറ്റ് മീൻസ് എന്ത് സംഭവിക്കില്ല? നമ്മളെടുത്ത അസംഷനിൽ 1/fന് സീറോ ഇല്ലാന്ന് എടുത്തത് ശരിയാവില്ല. ദാറ്റ് മീൻസ് എഫ് ഓഫ് സെറ്റിന് എന്തുണ്ടായേ പറ്റുള്ളൂ? സീറോ ഉണ്ടായാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഏത് പോളിനോമിയൽ എടുത്താലും അതിന് എന്തുണ്ടാവും? സീറോ എവിടെ തന്നെ ഉണ്ടാവും? സിയിൽ തന്നെ ഉണ്ടാവും. ദാറ്റ് മീൻസ് സി ഈസ് എ ആൾജിബ്രായിക്കലി ക്ലോസ്ഡ് ഫീൽഡ്.